ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി റെഡി ആവാണ്. അപ്പം ഞാനിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഏട്ടൻ വന്നിങ്ങനെ വീഡിയോസൊക്കെ എടുക്കാം കേട്ടോ. എൻ്റെ സൗണ്ടിന് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഇന്ന് വെളുപ്പിന് 2 മണിയായപ്പോൾ നമ്മൾ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വയ്യായികയൊക്കെയാണ്. ഓൾറെഡി വയ്യാതിരിക്കുകയായിരുന്നു, പക്ഷെ അത് മാറിയെന്ന് കരുതി. പക്ഷെ മാറിയില്ല. നമ്മൾ വെളുപ്പിനെ ഇട്ട് തലയൊക്കെ നനച്ചതല്ലേ. ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും ഏട്ടൻ്റെ വൈഫും കുട്ടിയും ഏട്ടൻ്റെ ഫ്രണ്ട് ഷിനുവേട്ടനും കൂടി ആട്ടോ പോയത്. നമ്മൾ പോയത് പഴശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാനായിട്ടോ പോയത്. കല്യാണം കഴിഞ്ഞ നാൾ മുതലേ നമ്മൾ കരുതിയതാണ് നമ്മൾ മുത്തപ്പനെ പോയി കാണണമെന്നുള്ളത്. രാവിലെ പോയി കഴിഞ്ഞാൽ തിരക്ക് കുറവാണ്. മുത്തപ്പനെ കണ്ട് നമുക്ക് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റും. ഞാൻ ഇതിനു മുന്നേ ഒരു തവണ പോയിട്ടുണ്ട്. അന്ന് പോയപ്പോൾ പക്ഷേ ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും ആയിട്ടാണ് പോയത്. അന്ന് എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അന്ന് മുത്തപ്പനെ കാണാനൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒന്നും അറിയത്തില്ല. ഈ സോഷ്യൽ മീഡിയ വഴിയാട്ടോ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊരു അറിയണത്. അന്ന് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയാമെന്നായിരിക്കും നമ്മളന്ന് കുട്ടികളല്ലേ. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഏകദേശമൊക്കെ നമ്മൾ എത്താറായി. ഞാൻ പോയിട്ടുള്ള സ്ഥലമായിരുന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ അന്ന് പോയപ്പോൾ ഉള്ളത് കണക്ക് തന്നെ ആയിരുന്നു ഇപ്പോഴും ഉള്ളത് എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. പക്ഷേ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. 2 മണിക്ക് ഇറങ്ങിയതാണ്. ഏകദേശം അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു പ്രശ്നവും. പക്ഷേ റോഡ് ഭയങ്കര സീനായിരുന്നു. അതുകൊണ്ട് ഒരു തുള്ളി പോലും ആർക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. നമ്മളിവിടെ നിന്ന് മലപ്പുറത്ത് നിന്നാണല്ലോ പോയത്. പറയുന്നതാണ് പോയത്. പക്ഷേ ഇവിടെ നിന്ന് ഏതൊക്കെ അങ്ങോട്ട് പോയത് വേറെ റൂട്ട്, തിരിച്ചു വന്നത് വേറെ റൂട്ട്. അപ്പോൾ നമ്മുടെ അറവരിപ്പാതയുടെ പണി നടക്കുന്നുണ്ട്. ഒരു റോഡ് ഫുള്ള് വലിയ വലിയ കുഴികളാണ് കേട്ടോ. ആർക്കും ഉറങ്ങാനൊന്നും പറ്റില്ല. കാരണം വണ്ടി നല്ല രീതിയിൽ വണ്ടിക്കും നമ്മൾ വിചാരിച്ച സീനാവുമെന്നാണ് കരുതിയത്. എന്നിട്ട് പക്ഷെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്തിയപ്പോഴൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ട് നമ്മൾ അവിടെ തന്നെ ഉള്ളൊരു പഴശ്ശിനിക്കടവ് എന്തോ പാർക്കൊരു റെസ്റ്റോറൻറ്റോ ഒരു ഹോട്ടലോ അങ്ങനെ എന്തോ സംഭവമാണ്. നമ്മളവിടെ അകത്തോട്ട് വണ്ടി കയറ്റി പാർക്ക് ചെയ്തു. അവിടെ പാർക്ക് ചെയ്യുന്നതിനുള്ള എന്തോ ഫീ കൊടുത്താൽ മതി. നമുക്കവിടെ വണ്ടിയുടെ സേഫ് ആയിരിക്കും. അടുത്തുമാണ്. അവിടെ നിന്ന് പിന്നെ ഇറങ്ങി നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളും കൊണ്ടൊന്നും അങ്ങോട്ട് പോകാണ്ടിരിക്കുന്നത് നല്ലത്. കാരണം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെയുണ്ട്. പക്ഷേ അതിനനുസരിച്ച് നല്ല വിലയും അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വെളുപ്പിനെ ആണ് നമ്മൾ വരുന്നത്. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തി. ഇവിടെ നമ്മൾ കറക്റ്റ് 2:15 ആയപ്പോൾ ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് കടകളെല്ലാം അടച്ചിട്ടേക്കുന്നു കേട്ടോ. പിന്നെ നമ്മളിവിടെ ഇറങ്ങി കാലൊക്കെ കഴുകി നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിച്ചു. അപ്പോൾ കിടെന്ന് പറഞ്ഞാൽ ചേച്ചീൻ്റെ കുട്ടിയാട്ടോ, ഏട്ടൻ്റെ കുട്ടിയാണ്. അങ്ങനെ വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങുന്നില്ല. വെള്ളമൊക്കെ പേടിയായിരുന്നു. നമ്മൾ ഇതണക്ക് കോഴിക്കോട് തന്നെ വേറുള്ളൊരു വാട്ടർഫാൾസിൽ കൊണ്ടുപോയി പേടിയൊക്കെ കുറച്ചൊക്കെ മാറി. പക്ഷേ ഇപ്പോൾ അവൾ വെള്ളം കണ്ട വരത്തില്ല, അവിടെ തന്നെ നിന്ന് കളയും. അങ്ങനെ അവളെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ അവിടെ മുത്തപ്പൻ്റെ ചരിത്രം ഉള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് തന്നെ പൈസ കൊടുത്ത് മേടിക്കണം. ഇങ്ങനെ ആൾക്കാർ വിൽക്കാനായിട്ട് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മളത് മേടിച്ചു. കഥ എന്താണെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാട്ടോ അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അകത്ത് മൊബൈൽ ഫോൺ പ്രോഹിബിറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ വേറെ വീഡിയോസൊന്നും അങ്ങനെ അകത്തൊന്നും എടുത്തിട്ടില്ല. പക്ഷേ അകത്തുനിന്ന് എടുക്കണവരുമുണ്ട്. പക്ഷെ അവർ എടുക്കണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മളെടുത്തില്ല. വേറെ ആവശ്യമില്ലാതെ അവരെ നിയമങ്ങളൊന്നും ഇതാക്കണതിൽ നമ്മളെടുത്തില്ല. നമ്മളിനെ പുറത്തോട്ട് വന്ന് നിന്ന് അമ്പലത്തിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മളവിടെ നേരെ അവിടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ പോയി കുറച്ച് വളയും അതൊക്കെ, കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുപ്പിവളയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ അതിന് വേണ്ടിയല്ല, നമുക്ക് വേറൊരു ലക്ഷ്യമുണ്ട്. ഇതാണ് നമ്മുടെ പരിപാടി. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ പോയത്. അവിടെ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിറങ്ങുന്ന എല്ലാവരും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കും കേട്ടോ. ഗൈസ്, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ടൊടി ഷോപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിത് ഏതോ ഒരു കോട്ടയം എന്നാണ് കേട്ടോ പറഞ്ഞത്. ആ കോട്ടയം കണ്ടിട്ട് പിന്നെ നമ്മൾ അപ്പം തന്നെ എല്ലാവരുടെ വണ്ടിയിൽ കയറി മാഹിയിൽ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഓക്കെ ഗൈസ്, ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ വരും വരെ
ബൈ ബൈ, ടേക്ക് കെയർ.